നമുക്ക് കൊഴിയാളയും മത്തിയും കിട്ടി കേട്ടോ. ഈ കൊഴിയാള നമുക്ക് കറി വയ്ക്കാം. ഇതാണ് കൊഴിയാള ഇതിന് ഇത് ഈ ചെതമ്പലൊക്കെ കണ്ടിച്ചുണ്ട്. ഇതാണ് കണ്ട. തൊലി വേണമെങ്കിൽ ഉരിച്ച് കളയാം. ഇതാണ് കൊഴിയാള. നമുക്കിത് മുരിങ്ങയൊക്കെ ഇട്ട് വെക്കാം. എങ്ങനെയെന്ന് നോക്കണ്ടേ? വാ. കൊഴിയാള നമുക്കിത് പൊരിക്കാം, ഇത് കറി വയ്ക്കാം. ഇത് കുറച്ച് മതി. നമുക്ക് അരമുറി തേങ്ങയ്ക്ക് ഇത്രയും മീൻ മതി കേട്ടോ. ഒത്തിരി മീൻ അത് രണ്ടായിട്ട് കണ്ടിച്ചിടുമ്പോൾ മീൻ കഷ്ണം കാണും. ഒത്തിരി മീൻ കുറച്ച് അരപ്പിന് ഒത്തിരി മീനിട്ട കറി കൂട്ടാൻ കൊള്ളൂല. അപ്പം അതിനനുസരിച്ചുള്ള മീൻ മതി. നമുക്ക് ഇത് ഒന്നും കൂടി ഇനി കഴുകണം കേട്ടോ. ഒന്നും കൂടി കഴുകിയിട്ട് നമുക്ക് കഷ്ണങ്ങളായിട്ട് മുറിക്കാം. ഈ മീനിൻ്റെ പേരാണ് കൊഴിയാള. തൊലി ഉരിക്കാം. ഞാൻ പിന്നെ ഉരിച്ചിലിങ്ങനെ കണ്ടിച്ചെടുത്തതേ ഉള്ളൂ. കുഴപ്പമില്ല. തൊലി ഉരിച്ചില്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള തൊലിയൊന്നുമില്ല കേട്ടോ, കട്ടിയൊന്നുമില്ല. അങ്ങനെ നമുക്കിത് കറി വയ്ക്കാം കൊഴിയാള. ഇത് കറിക്കുള്ള അരപ്പാണ്. ഇതിനകത്ത് അരമുറി തേങ്ങ, 2 കരണ്ടി മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇത്ര അരച്ചതാണ് കേട്ടോ. ഇത് കാണിക്കാവത്തില്ല, അതിനു മുമ്പ് ഞാനെടുത്ത് അരച്ചു പോയി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് കലക്കാം. നമുക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കാം. കറി കലക്കും. ഞാൻ കറി കലക്കിയിട്ടുണ്ട്. ഇത് കണ്ട ഈ രീതിക്ക് കലക്കണം കേട്ടോ. ഭയങ്കര കട്ടിയാവരുത് കേട്ടോ. ഭയങ്കര കട്ടിയാവരുത്. ഒരുപാട് വെള്ളമായിപ്പോയാൽ അതും കുറേ നേരം അപ്പം നമ്മൾ മീൻ തിളച്ചിട്ടിടുമ്പോഴത്തേക്കിലും പൊടിഞ്ഞു. അല്ലെങ്കിൽ ഒത്തിരി ഇച്ചിരി വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി കറി ഒന്ന് തിളച്ച് ഒന്ന് പറ്റിയിട്ടേ മീൻ ഇട്ട് കൊടുക്കുക. ചിലപ്പോൾ ഒന്ന് വെള്ളം ഒഴിക്കുമ്പോൾ, അല്ലാതെ ഇട്ടാൽ മീൻ നമ്മൾ എടുക്കുമ്പം പൊടിഞ്ഞു പോകും. അപ്പോഴും കറി നല്ലോണം നെയ്തെളി. ഇതിപ്പം ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ അരപ്പുതാ ഈ പരുവത്തിനാണ്. അപ്പോൾ ഇത് കറി ഒന്ന് നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മുരിങ്ങയ്ക്കയും മണമുളകും തക്കാളിയും കൂടി ഇട്ടാണ് ഇന്ന് കറി വയ്ക്കുന്നത്. നമുക്ക് നോക്കാം. അടിപൊളി. ആ മുരിങ്ങയ്ക്കയുടെ കൂടെ നമ്മൾ മണമുളക് ഇടുമ്പോഴത്തേക്ക് അത് ഈ കറി പറ്റിയതിന് ശേഷം ഉണ്ടല്ലോ, ഈ ചോറ് ഇടുമ്പോൾ ഈ മുരിങ്ങയ്ക്ക നമ്മളിത് കടിച്ച് ഊറുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് എന്തായാലും ഇത് ഗ്യാസിലോട്ട് വയ്ക്കാം. ഇന്ന് അടുപ്പിലെ തീയൊക്കെ കഴിഞ്ഞ് മഴയല്ലേ. ഇതാണ് നമ്മുടെ പെണംപുളി 2 കഷ്ണം, മണമുള്ള മുളക്, തക്കാളി, മുരിങ്ങയ്ക്ക ഇത്രയുണ്ട് കേട്ടോ. ഇത് നമുക്ക് കറിയിലിട്ട് കൊടുക്കാം. പെണംപുളി നമുക്ക് 2 കഷ്ണം മതി. എന്ന് വെച്ചാൽ നമ്മുടെ നാടൻ പെണംപുളിയാണ് നമ്മളെ വീട്ടിലുള്ള. അപ്പോൾ അത് പുളിപ്പ് കൂടുതല. കറി ഇരിക്കുമ്പം പുളിപ്പിറങ്ങും. അതുകൊണ്ട് 2 എണ്ണം മതി. നിങ്ങൾക്കൊക്കെ 3 4 ഇട്ട് കൊടുക്കാം കേട്ടോ. പുറത്തുനിന്ന് മേടിക്കുന്ന പുളിയാണ്. പുളി അനുസരിച്ചേ ഇട്ട് കൊടുക്കാവൂ. ഇത് നമുക്ക് ഇത് തട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. പെയ്യെ ഇട്ട് കൊടുക്കാം. മണമുളക് നല്ല മണമുള്ളതാണ് കേട്ടോ. അത് കഴിഞ്ഞ് തിളക്കട്ടെ. അപ്പം ഈ കറിയുടെ ഒരു രുചിയെന്ന് വെച്ചാൽ ഇതെല്ലാം കറി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ മീൻ ഇട്ട് കൊടുക്കും. നല്ലോണം തിളയ്ക്കണം. ഒന്ന് തിളച്ചിട്ട് മീൻ ഇട്ട് കൊടുക്കുക. ഈ മീൻ കറി പറ്റി വരുമ്പോൾ നമ്മൾ മുരിങ്ങയ്ക്ക് എടുത്ത് ചവയ്ക്കുമ്പം കഴിക്കുമല്ലോ, ഇങ്ങനെ ഊറി കഴിക്കുമ്പോൾ ഈ മണമുളകിൻ്റെ ടേസ്റ്റ് അതിനകത്ത് ഇറങ്ങുക. മണവും രുചി നല്ലൊരു ടേസ്റ്റ് കേട്ടോ. നല്ല മണമുള്ള മുളകാണ്. നല്ല രുചിയുള്ളതുമാണ്. നമുക്ക് എന്തായാലും കറി പറ്റി തിളക്കട്ടെ ഇവിടെ കിടന്ന് കേട്ടോ. നല്ലോണം തിളയ്ക്കുന്നുണ്ട് കണ്ടാ. കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി തിളച്ചതിനകത്ത് പറക്കിയിട്ട് ഇത്രയും മീൻ മതി കേട്ടോ. അരമുറി തേങ്ങയ്ക്ക് ഇത് മതി. അതിൽ കൂടുതൽ കറിയിലിട്ട ആ കറി എത്ര പോരാ. നമ്മൾ തോനെയും കറിക്ക് തോനെയും മീനിട്ടാൽ മതി. ഇതത് മതി. നമുക്ക് പറക്കി ഇട്ട് കൊടുക്കാം. ഇതവിടെ കിടന്ന് ഇനി എന്നിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് ചെറുതായിട്ട് കരണ്ടി ഒന്ന് ഇളക്കി ചെറിയ തീ ഒന്ന് കുറച്ച് കൊടുക്കണം ഗ്യാസിൻ്റെ. എന്നാലേ ആ കറിക്കൊരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. തീ കൂട്ടിയിടരുത്. അപ്പോൾ ആ കറി അല്ലെങ്കിൽ ഒരു രുചി ഇറങ്ങൂല. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കട്ടെ. നമ്മുടെ കറി പറ്റി നെയ്യൊക്കെ തെളിഞ്ഞാണ്ടാ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കടു പോലും വറക്കാതെയാണ് നമ്മുടെ കറിയിൽ നെയ്യ് തെളിയുന്നുണ്ടാ. അത് നമ്മുടെ കറി വെക്കുന്നതിൻ്റെ രീതിയാണ്. നല്ല മണമുളകിൻ്റെ മണം. ആഹാ മൂക്കിലടിക്കുന്ന വായിക്കൂടി വെള്ളവും വരുന്നു. എന്തായാലും നമുക്ക് തീ അണച്ച് വെക്കാം. കാരണം എന്ന് വെച്ചാൽ ഈ കറിച്ചട്ടിക്കൊരു ചൂടുണ്ട്. അപ്പോൾ അത് ഇരുന്നൊന്ന് പറ്റും. അപ്പം നെയ്യ് മൊത്തത്തിൽ തെളിഞ്ഞ് വരും. മുരിങ്ങയ്ക്കയൊക്കെ നമുക്ക് ചോറിൻ്റെ കൂടെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മണമുളക് കൊഴിയാള കിട്ടുമ്പോൾ നിങ്ങളിങ്ങനെയൊന്ന് വെച്ച് നോക്ക്. മറക്കരുത് കൂട്ടുകാരി കേട്ടോ. നമുക്ക് തീ അണയ്ക്കാം. ഓക്കെ. കറി പറ്റി ഞാൻ പറഞ്ഞില്ലേ, കറിച്ചട്ടി ഇരുന്ന് ഒന്ന് പറ്റും. അപ്പോൾ ആ നെയ്യെല്ലാം തെളിഞ്ഞ് വന്നാണ്ട. അടിപൊളി കറിയല്ലേ. എല്ലാവരും വെച്ച് നോക്കണം കേട്ടോ.